again welcome back to our channel. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മൊയ്തീൻ്റെയും കാഞ്ചനേൻ്റെയും സ്വന്തം നാടായ മുക്കത്തേക്കാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. മുക്കമാളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇര. അങ്ങനെ ഇതാക്കി ഞങ്ങളൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മുക്കത്ത് മാളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ചെറിയൊരു പാർട്സ് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ നിന്നിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് വലിയതില്ലായിരുന്നു. പിന്നെ വെള്ളത്തിന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് ഡ്രിങ്കോ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാക്കണ ഫസ്റ്റ് കയറുന്ന സമയത്ത് തന്നെ ഇതാക്കണ മറ്റേ സ്പ്രേകളൊക്കെ അല്ലേ, സ്പ്രേയും അത്തറ് അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ മറിയത്തിൻ്റെ ഇത് പറയാണ് കേട്ടോ. നല്ല അടിപൊളിയാണല്ലോ മറിയം, സ്മെല്ലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് മേടിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഇതാക്കണ ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ മേടിക്കാമെന്നും പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കാർഡൊക്കെ എടുത്ത് കുറേ ഫൗസ് കൊണ്ട് കുറേ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാർഡൊക്കെ എടുത്ത് മിസ്സായി. ബാലൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ക്യാഷ് അതിൽ. ശരിക്കും അത് മിസ്സായിട്ടുണ്ടായിരുന്നു കയ്യിൽ നിന്ന്. പിന്നെ ഇതാക്കുന്ന ഒരുപാട് ഷോപ്പ് ഉണ്ട്, ഒരുപാട് ഷോപ്പും കളക്ഷൻസും ഉണ്ട്. പക്ഷേ ഞങ്ങളൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. കയറി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പെരുന്നാളിന് ഇവിടുന്ന് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കാക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ ഇവിടുന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ തീം വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഡയറക്റ്റ് മുകളിലോട്ട് തന്നെ കയറി ഫുഡ് കോർട്ടിലെത്തി. നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനും അതുപോലെ എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട് നല്ല സ്പേസ് ഉള്ള നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു. കുറച്ചധികം ആൾക്കാർക്ക് തന്നെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിനിവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഡ്രസ്സ് എടുക്കാനും അതിനൊക്കെ. അത് നല്ല ഫാഷൻ ഫ്രൂട്ടിൻ്റെ കുലിക് സർബത്തിൽ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ മേടിച്ചതൊക്കെ പാളിപ്പോയിന്ന് ഡൗട്ട്. കാരണം ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ പൈനാപ്പിൾ മിൻലൈമാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ പോരാട്ടോ, അത്ര വലിയ സംഭവമൊന്നും തോന്നിയില്ല. വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ആൾ കുടിക്കാനുള്ളതൊക്കെ അവൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും വലിയൊരു താല്പര്യമായില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടായിരിക്കാം ചിലപ്പോൾ മേ ബി അതും ഒരു തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഫുഡ് വയറ് നിറഞ്ഞ് കഴിക്കുമ്പോൾ വേണ്ടി വരില്ലല്ലോ. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായത് അവിൽ മിൽക്കാണ് കേട്ടോ. അവിൽ മിൽക്കും അതുപോലെ തന്നെ ഭയങ്കര ബോറാണ് കേട്ടോ. ഭയങ്കര ബോറാണ് അവിൽ മിൽക്ക്. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഫൗസ് കണ്ടില്ല, നേരെ തിരിച്ച് റിട്ടേൺ കാക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രക്കും ബോറായിരുന്നു കേട്ടോ. അവിൽ മിൽക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫൗസിക്കാണ് കേട്ടോ. അവനത് നന്നായിട്ട് കഴിച്ചോളും. അവനക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പകുതിയിൽ ബേബി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു റിമോട്ട് തരും കേട്ടോ. നമുക്കത് ഫുഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അലാറം അടിഞ്ഞോളും. അപ്പോൾ നമ്മൾ പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഇതാന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലൊരു റിമോട്ട് തരും. അത് റിമോട്ട് അടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ പോയി സാധനം മേടിച്ച് കൊണ്ടുവന്നാൽ മതി. അതൊരു അടിപൊളി ഐറ്റാന്ന് തോന്നിട്ടോ. അല്ലേ, ഇതാളും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. പിന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നമ്മൾ കൂളായിട്ട് കാമായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കപ്പിൾസിനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നോക്കണേ, ഈ ഭാഗത്തേക്ക് പോന്നാൽ പിന്നെ മോൻ തിരിച്ച് റിട്ടേൺ പോരൂല. അതുകൊണ്ട് അവനെ കുറേ ഞങ്ങൾ പിടിച്ച് വെച്ച് പിന്നെ അവനെ ലാസ്റ്റ് അത് കണ്ട് അതിലോട്ട് പോയിട്ടോ. പിന്നെ കാർഡ് എടുക്കണമെങ്കിലും അതിൽ എത്ര ഒരു എമൗണ്ട് ആദ്യം നമ്മൾ കൊടുക്കണം, എന്നാലേ നമുക്ക് കയറാനും പറ്റുള്ളൂ. അത്രയും എമൗണ്ട് കൊടുത്തിട്ട് കാർഡ് എടുക്കുന്നതും നഷ്ടമാണ്. നമ്മൾ ഫുള്ളായിട്ട് കയറി കഴിയില്ല, വെറുതെയാണത്. നമ്മൾക്ക് വേണ്ടിയ ഇഷ്ടത്തിനനുസരിച്ച് കയറാനും കഴിയില്ല. അത് ഞങ്ങൾ അതിൻ്റെ മുമ്പ് കാർഡ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ റിട്ടേൺ പോകുന്നുണ്ട്. പിന്നെ മോനക്ക് എന്തായാലും ഇതിലും കയറണമെന്ന് പറഞ്ഞിട്ട് അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേയൊക്കെ
ഒക്കെ കളിച്ച് കുറേ ടോയ് കാറും കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ അവനെ കയറാൻ പറ്റുന്നതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുക്കമാളിൽ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾക്ക് ശരിക്കും ഫൗസ് പറഞ്ഞ് ഇതിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ഗൾഫിൽ പോയപ്പോൾ അതിൽ കയറിയില്ലായിരുന്നു ഒക്കെ ഓരോന്ന് ചോദിക്കുന്നു കേട്ടോ. അവിടുത്തെ സിസ്റ്റം പോലെയാണല്ലോ മാള്. അപ്പം അവിടുത്തേതാണോ എനിക്ക് അവിടുത്തെ മൊമെൻറ്റ്സ് അവൻ ഇപ്പോഴും ടച്ചൊന്നും വിട്ടുപോയിട്ടില്ല. എന്നിട്ട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഓരോന്ന് കാണുമ്പോഴും നമ്മളവിടെ കയറിയില്ല, അപ്പോൾ അവിടെ കയറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഓരോ ഇതാണ് കേട്ടോ, അവനക്ക് അവിടുത്തെ ഓർമ്മകൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു. ഓക്കെ, അതങ്ങനെ കാണും കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മാളിലൊക്കെ കയറിയതിൻ്റെ വേറെ എവിടെയും കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. വീഡിയോ പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.